ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരിന് ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ ആ വഖഫ് ബോർഡ് പിരിച്ചുവിടാമായിരുന്നു. കാരണം വഖഫ് ബോർഡ് രൂപീകരിച്ചത് നിലവിലുള്ള വഖഫ് നിയമത്തിനനുസരിച്ചല്ല. നിലവിലുള്ള വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുക്കാമായിരുന്നു. ആ തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്താൻ ഇപ്പോഴും വി ഡി സതീശൻ്റെ നാവ് പോകുന്നില്ല. കാരണം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പാണക്കാട് നിന്ന് ശാസനം വരുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ നിയമവിരുദ്ധമായിട്ടുള്ള തീരുമാനമെടുത്ത ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കഴിഞ്ഞ സർക്കാരിനെതിരായിട്ട് ആ കുറ്റം കെട്ടിവെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സ്വന്തം കസേര രക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്.